മേടിക്കുന്നവനും കണക്കറിയില്ല, കൊടുക്കുന്നവനും കണക്കറിയില്ല. വീഡിയോ എടുത്തേ. പെർഫ്യൂം ആണോ? നമ്മളിങ്ങനെ വൈകിട്ട് വരുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം കഴിക്കാൻ. ഹലോ, നമ്മള് എങ്ങോട്ടാണ് പോകുന്നത്? കൊല്ലത്തേക്ക് പോകുന്നത്. എന്താ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായി. പോയിട്ട് വരാം. ഇവിടെ നല്ല മഴയല്ല, നല്ല മഴയുണ്ട്, നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് ഗൈസ്. മഴയായതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടെന്നൊക്കെ ആദ്യമേ കുറച്ചിങ്ങനെ വിചാരിച്ച്, പിന്നെ നമ്മൾ ഒറ്റ മൈൻഡായിട്ട് ഇങ്ങനെ ഇറങ്ങി. നമ്മളെപ്പോഴും ഒറ്റ മൈൻഡാണ്. ഒറ്റ മൈൻഡായതുകൊണ്ട് തന്നെ അറിയാലോ, കയ്യിൽ 5 പൈസ ഇല്ല. പിന്നെ എല്ലാ കൂട്ടത്തിലും കാണും എല്ലാവരുടെയും ചിലവൊക്കെ നിർത്തും. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും അവനിങ്ങ് എത്തി കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ അവൻ്റെ കുടയും വടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പതിയെ അങ്ങോട്ട് യാത്രയായി ഗൈസ്. അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിച്ചിട്ട് പോകാൻ യാത്ര ചെയ്യാം. വണ്ടി ഇവിടെ നമ്മൾ ഒതുക്കി ഒതുക്കിട്ട് കണ്ടി തിരിയടാ, മാറ്റടാ കേറ്. അങ്ങനെ നമ്മള് വണ്ടിന്നൊക്കെ ഇറങ്ങി. മഴ ചെറുതായിട്ടുണ്ട് ഇല്ല അല്ലേ? ചെറുതായിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ലൊക്കേഷൻ ആണോ അത്? ലൊക്കേഷൻ ഏത്? പള്ളിമുക്ക് കുണ്ടറയാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നത്. നൈസായിട്ട് നമ്മൾ പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ചായ കുടിക്കാൻ നമുക്ക് കടികളാണ് ഇഷ്ടംപോലെ കടികളൊക്കെ ഉണ്ടല്ല. എനിക്ക് പാലിനകത്ത് ബൂസ്റ്റ്. നിനക്കെന്ത് വേണ്ട? നിനക്കെന്ത് വേണ്ട? നിനക്കെന്ത് വേണ്ട? നീ എന്ത് കുടിക്കുന്നത്? ഓക്കെ. ആണേ, ഇതൊക്കെ ഇപ്പോൾ എടുത്തു. നമ്മളാണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ ചെറുതായിട്ട് മഴയുണ്ട്. അത് നമ്മൾ വലിയ ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല. നമുക്ക് നമ്മളെ യാത്രയാണ് വലുത്. അവിടെ എന്തായാലും നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ഗൈസ്, എന്ത് തടസ്സങ്ങളുണ്ടായാലും. ചായ കൊള്ളാം കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അമ്മാരവിടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ചായ കുടിച്ച് നിൽക്കുകയാണ്. നമ്മളങ്ങനെ കോമഡി എന്ന് വെച്ചാൽ ഇവനും മേടിക്കുന്നവനും കണക്കറിയില്ല, കൊടുക്കുന്നവനും കണക്കറിയില്ല. നീ എത്ര കടി കഴിച്ചു? നീയാണോ? നീ എത്ര കടി കഴിച്ചു? നീ എത്ര? 2. എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായിരുന്നല്ലേ? അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ചായക്കടയിലെ ചേട്ടൻ ചോദിച്ച് നമ്മൾ യൂട്യൂബർമാരാണെന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോഴേക്ക് നമ്മളെ ചേട്ടൻ്റെ ഫോണൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മളെ കൂട്ടുകാരെ നമ്മൾ ചായ കുടിച്ചിട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ, എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ഗൈസ് നമ്മൾ പോവുകയാണ് അല്ലേ? വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ചായ കുടിച്ച് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. അടുത്ത് നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോകാനുള്ള പരിപാടി ഇട്ടില്ല. ചായ കൊള്ളായിരുന്നല്ലേ? സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. ഗൈസ് അങ്ങനെ നമ്മളെ ബീച്ചിലെത്തി ഗൈസ്. നമ്മളെ സ്വന്തം നമ്മുടെ കൊല്ലം ബീച്ചിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഇത്ര തിരക്ക് വരേണ്ട ഒരിതില്ല, പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. കാലാവസ്ഥ അത്രയ്ക്ക് മോശമാണ് ഗൈസ്, അങ്ങനത്തെ ഓരോ ഇത്ര തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ എത്തി. നമ്മളെ
ബീച്ചിൽ നമ്മൾ അങ്ങനെ തിരികെയാണ് എത്തിയില്ല നമ്മള് അല്ലേ. ഒരു എന്താ പറയാ, ഒരു എന്താടാ, ഒരു എന്തോ പോലെ ഒരു ഇതല്ലേ, കോടാണ് വെളുപ്പിനെ രാവിലെയൊക്കെ വരത്തില്ല അതുപോലെ അല്ലേ, ബീച്ചിൽ കോട ഇറങ്ങി വെച്ചല്ല അതേപോലെ അല്ലേ, എന്തോ ഒരു അന്തരീക്ഷം, എന്തോ ഒരു പാട്ട് കൊടുക്കണം. ഗൈസ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല ഗൈസ്. അതേപോലത്തെ അവസ്ഥയാണ് ഇവിടുത്തെ നമ്മുടെ ബീച്ച് ഇപ്പോൾ. വെള്ളം ഇങ്ങോരെ കയറിയല്ലേ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ. ഡേഞ്ചറാണ് ഗൈസ്, ഡേഞ്ചർ. വെള്ളം കയറുന്നത് ബീച്ചിൽ. നേരത്തെ അങ്ങൊക്കെ നമുക്ക് പോവായിരുന്നു. പക്ഷെ ഇന്നിപ്പം വെള്ളം നല്ലപോലെ കയറിയില്ല, നല്ലപോലെ കയറിയായി. ഈ ഫുള്ള് കാറ്റ് ഫുള്ള് ഇതായിട്ട് കയറിയിരിക്കുകയാണ് ഐസ്. ഇവിടെ നമ്മളെത്തി ഇല്ല, ഐസായിട്ട് നമ്മളെത്തി. നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക്. നേരത്തെ ഇവിടെ അത്ര അല്ലായിരുന്നു നമുക്ക്. നേരത്തെ ശരിയായി. ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുകയാണ്. അവര് എന്താ ഇപ്പൊ എന്താ പറയില്ല, അവിടെ ഒരു നായുണ്ട്. പേടിയൊന്നും ഇല്ല കേട്ടോ നായ്ക്ക്. നേരത്തെ വന്നപ്പോ പകുതി കടി വെള്ളം ഇങ്ങനെ ഉണ്ടായിരുന്നു. കടലാണ്. ഞാൻ വിചാരിച്ചു ഒന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി ഇച്ചിരി വീഡിയോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഇരുന്നത്. പക്ഷെ വന്നപ്പോ ഇല്ലേ മനസ്സിലായത് ഇതിന്റെ ഇങ്ങനെയാണ് ഗൈസ്. ഇങ്ങനെയാണെങ്കിൽ ഫുള്ള് കയറും കേട്ടോ. കുറച്ച് ഫ്രണ്ടിലോട്ട് നമുക്ക് നടക്കാം അല്ലേ. ഫ്രണ്ടിലോട്ട് അങ്ങനെ നടക്കുകയാണ് നമ്മള്. അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കെന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലേ, കഴിക്കെന്തെങ്കിലുമൊക്കെ വാങ്ങാം. നമ്മളങ്ങോട്ട് നടക്കുകയാണ് കൈ. മഴയുടെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലേ കളിയാ അല്ലേ. മഴയുടെ ചെറിയൊരു ഹോളുണ്ട്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ നന്ദകുമാർ കാണാണ്ട് അവിടെ നിൽക്കുകയാണ്. നമ്മൾ പതിയെ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നടന്ന് ചെന്നപ്പോഴേക്ക് ഒരു ചേട്ടൻ അവിടെ നിന്ന് പടം വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ആ ചേട്ടൻ വരയ്ക്കുന്നതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു അവിടെ. ഗൈസ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ലൈവായിട്ട് ചിത്രം വരയ്ക്കുന്നത് കാണുന്നത്. പിന്നെ ഫുള്ള് വരച്ച് തീർക്കുന്നവരെ അവിടെ നിന്നില്ല. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു അങ്കിള് മറ്റേ ഇത് വെക്കുന്നുണ്ട് ഗൈസ്, കടല, മഞ്ഞക്കടല. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയി. കടലാണോ ആരാ ഗൈസ്. അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇവിടെ കൊണ്ടിരിക്കുകയാണ്. വാങ്ങോട്ട് സംസാരിക്കും വല്ല പറ. അല്ല ഗൈസ്, ദിസ് ഈസ് ബീച്ച്, കൊല്ലം ബീച്ച്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല കിടിലൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ എൻ്റെ കണ്ണുപോയി നല്ല ചൂട് ബജ്ജിയിട്ട് നല്ല കടയിലോട്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഇറക്കി കൊതിയോടെ നിൽക്കുമായിരുന്നു. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിപ്പോൾ ഇവൻ പോയി എന്തോ വാങ്ങിച്ചിട്ടുണ്ടോ ഗൈസ്. എന്താടാ അത്? ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ടാ വാങ്ങിച്ചോ. ഇരുട്ടായ ഏരിയയാണ് നിങ്ങളാ.
ശരിയാണ്. അതെ അതെ ഇരുട്ടാവുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇതാവില്ല, മഴയൊക്കെ കുറഞ്ഞ്. അങ്ങനെ നമുക്ക് ഉപ്പിലിട്ട് വാങ്ങിച്ചു ഞാൻ പോയില്ല അല്ലേ, നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം. ഇവിടെ കണ്ട പലതരം ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു നമ്മൾ. ഫസ്റ്റ് തന്നെ ഒരു മാങ്ങ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 2 പെൺകുട്ടികൾ അത്രമായിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മളടുത്ത് ചോദിച്ചു ഒരത്ര വാങ്ങുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു അത്ര അതിൽ നിന്ന് എടുത്തു. എത്ര 100 രൂപ ഉണ്ടായിരുന്നു പൈസ. അതങ്ങളെ ഇതെങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല അല്ലേ? കഴിച്ചു നോക്കാം. നമ്മളിങ്ങനെ വൈകിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്ന് കഴിക്കാം. ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു കഴിച്ച്. അതുകൊണ്ട് ചേട്ടന്മാരെ ഇവിടെ നല്ല തല്ല്, പൊരിഞ്ഞ തല്ലായിരുന്നു കഴിച്ച്. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചിരിച്ചിരിച്ച് നിൽക്കുക. കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ചോദിച്ചു എന്താണെന്ന്. അപ്പോഴാണ് കഴിച്ച് നമുക്ക് ആ സത്യം മനസ്സിലായത്. അതൊരു സാലഡിന് വേണ്ടിയുള്ള ഒരു അടിയായിരുന്നു. ഗൈസ് നമ്മൾ നല്ലൊരു അടി കണ്ട് ഗൈസ്. ബീച്ചിലൊരു നല്ലൊരു അടിയായിരുന്നു അത്. ഇടിച്ച് മൂക്ക് പൊളിച്ചളഞ്ഞ് അപ്പം രാത്രിയൊക്കെ ആയില്ല ഒന്നിപ്പം ഇവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡൊക്കെ ചെയ്ത് നല്ലൊരു ആംബിയൻസ് നമ്മൾ സെറ്റാക്കി എന്നെങ്കിൽ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. അതിൽ കുറച്ച് ഇതൊക്കെ കാണാനുള്ള കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ എല്ലാവരും ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തോടെ നൈസാക്കും.